അപ്പോൾ നമ്മളുടെ WH ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡു, ഡസ്, ഡിഡ് വെച്ചിട്ട്, ഈസ്, ആർ, ആം വെച്ചിട്ട്, WH വെച്ചിട്ട് എല്ലാം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ, അതായത് ഡു, ഡസ്, ഡിഡ്, ഈസ്, ആർ, ആം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു ടോൺ മാറ്റിയിട്ട്, അതായത് നമ്മളുടെ സംസാര ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ടോൺ. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും മലയാളം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ പല ജില്ലകളിലെയും ടോൺ എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ? ഒരു ജില്ലയിലെ സംസാര രീതി അല്ലായിരിക്കും മറ്റുള്ള സംസാരം, പക്ഷെ എന്താണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ലാംഗ്വേജിൽ, ഇംഗ്ലീഷിലാണെങ്കിലും ലാംഗ്വേജിന് പല ആളുകളും പല രീതിയിലുള്ള ടോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു സംസാര ഭാഷയിൽ ഈ ഒരു ടോണിന് പതുക്കെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദേ ആർ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് അല്ലേ അത്? ദേ ആർ ഗോയിങ് എന്ന് പറഞ്ഞാൽ അവർ പോവുകയാണ് എന്നൊരു സെൻറ്റൻസ് ആണ്. പക്ഷെ നമുക്കതിൻ്റെ ടോണൊന്ന് മാറ്റി നോക്കാം. ദേ ആർ ഗോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി? സെയിം സെൻറ്റൻസ് തന്നെ ക്വസ്റ്റ്യനായിട്ട് മാറുന്നത് കണ്ടോ? അവിടെ ക്വസ്റ്റ്യൻ്റെ വേർഡ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ടോൺ ഒന്ന് മാറ്റിയപ്പോൾ അതെന്തായിട്ട് മാറുകയാണ്? ക്വസ്റ്റ്യനായിട്ട് മാറുകയാണ്. മലയാളത്തിൽ പറയുന്ന പോലെ അവർ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ആണ്. അവർ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണത്? അതൊരു ക്വസ്റ്റ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് ഗ്രാമറിൽ ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻ എന്നാണ് പറയാം. അതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഭാഗം, ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വേർഡ് കുറച്ച് റൈസ് ചെയ്ത് പറയാം. അതിന് റൈസിങ് ഇൻറ്റോനേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കുക. ആ സെൻറ്റൻസിൽ ഇപ്പോൾ ദേ ആർ ഗോയിങ് എന്നുള്ള സെൻറ്റൻസ് ദേ ആർ ഗോയിങ് എന്ന് നമ്മളോട് ഒരു ഫോഴ്സ് കൊടുത്തു കണ്ടോ? ലാസ്റ്റ് വേർഡിൽ ഗോയിങ് എന്നുള്ള വേർഡിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ എന്തായിട്ട് മാറി? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചേഞ്ച് ആയി. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ദേ എയ്റ്റ് ചോക്ലേറ്റ്സ്, അവർ ചോക്ലേറ്റ്സ് കഴിച്ചു. ദേ എയ്റ്റ് ചോക്ലേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അവർ ചോക്ലേറ്റ്സ് കഴിച്ചോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് എന്തായി? അത് മാറി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ടോണിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഇപ്പോൾ സെൻറ്റൻസ് മാത്രമാണ് നമുക്ക് അറിയുള്ളൂ എങ്കിൽ പോലും നമുക്കതൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്താക്കിയാൽ മതി? ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടോണൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഷീസ് എ സിംഗർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഷീസ് എ സിംഗർ എന്നുള്ളതൊരു സെൻറ്റൻസ് ആണ്. അവൾ ഒരു സിംഗറാണ്, പാട്ടുകാരിയാണ്. അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ ഷീസ് എ സിംഗർ, അവളൊരു പാട്ടുകാരിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ അല്ലേ? അന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് സെൻറ്റൻസ് ഒന്ന് എടുക്കുക. ആ സെൻറ്റൻസിൽ ലാസ്റ്റ് വേർഡ് കുറച്ച് ഫോഴ്സ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ ഈ ടോൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ടോൺ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ എത്ര സിമ്പിളാണല്ലേ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആണ് അറിയുള്ളൂവെങ്കിലും സെൻറ്റൻസിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടോൺ മാറ്റിയാൽ മതിയില്ലേ? അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ടോൺ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും ടോൺ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളിപ്പോൾ ഇംഗ്ലീഷിനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ രണ്ടും തമ്മിലുള്ളൂ. രണ്ടിൻ്റെയും മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ഭാഷയും ഏകദേശമൊക്കെ ഒന്ന് തന്നെയാണ്. ഈ ഭാഷകളെല്ലാം തന്നെ, ഇംഗ്ലീഷ് എന്ന് വേണ്ട, എല്ലാ ഭാഷകളും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഇപ്പോൾ മലയാളമാണ് നമുക്കറിയുന്നത്, അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കറക്റ്റ് മലയാളം മീനിങ് നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ചില ടോപ്പിക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിലും ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും ഞാൻ അപ്പം നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ട് ഉള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ വരും വീഡിയോസിൽ എന്തായാലും തീർച്ചയായിട്ടും ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.